അഫ്ഗാനിസ്ഥാൻ സീരീസിനുള്ള ഇന്ത്യയുടെ T20 ടീമിനെ ഇപ്പോൾ BCCI ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അതുപോലെ സഞ്ജുവും ടീമിലുണ്ട്. വിരാട് കോഹ്ലിയെയും എടുത്തിട്ടുണ്ട്. BCCI പ്രഖ്യാപിച്ച ഇന്ത്യയുടെ സ്ക്വാഡിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അഫ്ഗാനിസ്ഥാൻ T20 സീരീസിനുള്ള ഇന്ത്യൻ ടീമിനെ ഇപ്പോൾ BCCI പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 3 T20 ആണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായിട്ട് കളിക്കുന്നത്. ഇനി നമുക്ക് BCCI പ്രഖ്യാപിച്ച ഇന്ത്യയുടെ സ്ക്വാഡിനെ നോക്കാം. രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, തിലക് വർമ്മ, റിങ്കു സിംഗ്, ജിതേഷ് ശർമ്മ, സഞ്ജു സാംസൺ, ശിവൻ ദുബെ, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, രവി ബിഷ്ണോയ്, കുൽദീപ് യാദവ്, ഹർഷദീപ് സിംഗ്, ആവേശ് ഖാൻ, മുകേഷ് കുമാർ. ഇതാണിപ്പോൾ BCCI പ്രഖ്യാപിച്ച ഇന്ത്യയുടെ T20 ടീം. കുറെ കാലത്തിന് ശേഷം സഞ്ജു സാംസണെ ഇന്ത്യൻ ടീമിലേക്ക് എടുത്തിരിക്കുകയാണ്. അതുമാത്രമല്ല വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തിരിച്ച് T20 ടീമിലേക്ക് എത്തിയിരിക്കുകയാണ്. 2022 T20 വേൾഡ് കപ്പിന് ശേഷം ഒരു T20 പോലും രോഹിത് ശർമ്മയും കോഹ്ലിയും കളിച്ചിട്ടില്ല. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അവർ തിരിച്ചെത്തുന്നത്. അതുപോലെ സഞ്ജു സാംസണിനും അവസരം കിട്ടിയിരിക്കുകയാണ്. 2 കീപ്പർമാരാണ് ഈ ഒരു സ്ക്വാഡിലുള്ളത്. ജിതേഷ് ശർമ്മയും സഞ്ജുവുമാണ്. സഞ്ജുവാണ് മെയിൻ കീപ്പർ. ഇഷാനൊന്നും സ്ക്വാഡിലില്ല. അതുകൊണ്ട് 3 മാച്ചിലും സഞ്ജുവിന് അവസരം കിട്ടും. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയും ഉണ്ട്. BCCI പ്രഖ്യാപിച്ച അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ സ്ക്വാഡ് എങ്ങനെയുണ്ട്? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.